ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് നേരിടുക. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പതിയെ ട്രാക്കിലായി വരുന്നുണ്ട്. അവസാനമായി കളിച്ച 4 മത്സരങ്ങളിൽ 3 വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഒരു കാരണവശാലും എഴുതി തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവരുടെ മുന്നേറ്റ നിരയൊക്കെ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അലാദീൻ അജാറെ, അതുപോലെ തന്നെ ജിതിൻ MS എന്നിവരൊക്കെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒരു തീപ്പാറും മത്സരമായിരിക്കും നമ്മെ നാളെ കാത്തിരിക്കുന്നത്. പറയാൻ കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച 2 ടീമുകൾ തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. അതായത് നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയും അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആക്രമണത്തിൽ ഊന്നിയ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഈ ISL സൃഷ്ടിച്ച ക്ലബ്ബ് അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. 189 അവസരങ്ങളാണ് അവർ ഈ സീസണിൽ ആകെ സൃഷ്ടിച്ചിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നു. 177 അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ 2 ടീമുകളും തമ്മിലാണ് നാളെ ഏറ്റുമുട്ടുന്നത്. 3ാം സ്ഥാനത്ത് ചെന്നൈയിൻ FC 173, മോഹൻ ബഗാൻ 4ാം സ്ഥാനത്ത് വരുന്നു 172, 5ാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC വരുന്നു 157 എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ സീസണിൽ ആകെ 31 ഗോളുകൾ നേടിയപ്പോൾ 22 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് 26 ഗോളുകൾ നേടി 27 ഗോളുകൾ വഴങ്ങി എന്നുള്ളതാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കൂടുതൽ ഗോളുകൾ വഴങ്ങുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അജാറയും ജിതിനും ഒക്കെ അടങ്ങുന്ന മുന്നേറ്റ നിരയെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് എങ്ങനെ തടഞ്ഞു നിർത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ സീസണിൽ നേരത്തെ നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് 2 ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.